ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. വെങ്ങാനല്ലൂർ എരിപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യഗോപാല പൂജ കൈപ്പഞ്ചേരി മനക്കൽ അജി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. വെങ്ങാനല്ലൂർ തിരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യഗോപാല പൂജയ്ക്ക് കൈപ്പഞ്ചേരി മനക്കൽ അജി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരം നടന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഈ അവസരത്തിൽ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യസിക്കുവാനും പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ പൂജ നിറവേറിയത്. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീകുമാർ കോഴിക്കര, സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട, ട്രഷറർ ബാബുരാജൻ പ്ലാഴി എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങളും 50-ലേറെ കുട്ടികളും ഈ ഭവ്യ പൂജാകർമ്മത്തിൽ പങ്കാളിയായി. ഓം നമോ നാരായണായ. നമ്മളെ ഇന്ന് ക്ഷേത്രത്തില് എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തില് വിദ്യാ ഗോപാലാർച്ചന അതുമാതിരി പൂജയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംവിധാനം ചെയ്യുന്നത്. നമ്മളെ കുട്ടികൾ അവർ നാളെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അവരെ പഠനത്തിൽ സഹായിക്കാനും അവരുടെ ഉന്നതിക്കും വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം 40ഓളം കുട്ടികൾ അവരുടെ മാതാപിതാക്കളും പങ്കെടുത്ത ഈ പൂജയിൽ എന്തായാലും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ മഴയും ഇതൊക്കെ മാറി നിന്ന സമയത്താണ് നമുക്ക് ഈ പൂജ നടത്താൻ പറ്റിയത്. വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഭഗവാന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. നമുക്ക് ഇതിന്ന് ചെയ്തതിനാണ് നമുക്ക് കൈപ്പഞ്ചേരി മനക്കില് തിരുമേനി വന്നിട്ടുണ്ട്. അങ്ങേരുടെ കാർമ്മികത്വത്തിലാണ് ഇത് നമുക്ക് നടത്താൻ കഴിഞ്ഞത്, അജിത് തിരുമേനി. അപ്പോൾ ഇനിയും ഉള്ള വർഷങ്ങളിൽ നമുക്കിത് നടത്തുകയും നമ്മളെ തന്നെ കുട്ടികൾ എല്ലാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉന്നതി തന്നെയാണ് നമ്മളെല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അവർ നല്ല നിലയിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഹൃദയസ്ഥമാക്കാനും അത് അവർക്ക് പരീക്ഷകളിലും അതൊക്കെ ആ സമയത്ത് അവർക്ക് മനസ്സിൽ വരാനും എഴുതി പ്രതിഫലിപ്പിക്കാനും ഒക്കെ കഴിയും. അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരും. താൻ പാതി ദൈവം പാതി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഭഗവാന്റെ പകുതി എപ്പോഴും ചെയ്യാറുണ്ട്. നമ്മളാണ് നമ്മുടെ പകുതി ചെയ്യാതെ എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ട് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല. എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അടുത്തൊരു വർഷം അല്ലെങ്കിൽ ഇനിയുള്ള അവരുടെ ജീവിതത്തിലെ എല്ലാ പടവുകളും കയറാൻ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്നാഗ്രഹം. ഇവരൊക്കെയാണ് നമുക്ക് നാളത്തെ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ നന്നാകുമ്പോൾ നമ്മുടെ നാട് നന്നാവും. നാട് നന്നാവുമ്പോൾ സമൂഹം നന്നാവും, എല്ലാവരും നന്നാവും. ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് എന്തും ഉണ്ടാവട്ടെ. അവരെ ഈ ചടങ്ങിനെത്തിച്ച മാതാപിതാക്കൾക്ക് അവർക്കൊരു പ്രത്യേകം അഭിനന്ദനമുണ്ട്. എന്നുവെച്ചാൽ ഇത് അവർക്ക് കൂടി വേണമെന്നുള്ള നിലയിലാണല്ലോ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി. ഇതിന്റെ രണ്ടാം ഭാഗം നമ്മൾ ഇനി പരീക്ഷ തുടങ്ങുന്നതിന്റെ 2 ആഴ്ച മുമ്പേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ഇതേമാതിരി ഒരു പ്രത്യേക പൂജ ഇതേ പിള്ളേർക്ക് ചെയ്തിട്ട് നമ്മൾ അവരെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാപ്തരാക്കും. അത് നമ്മൾ വളരെ വിപുലമായിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അവർ അത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. CCV ന്യൂസ് ചേലക്കര.